ക്യാമറയും എല്ലാം പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. മങ്കൂർ ബോയ്സ്. ഓ ഡെഫിനറ്റ്ലി പൊളിച്ചിട്ടുണ്ട് എല്ലാവരും. മഞ്ഞുമൽ ബോയ്സ് വൻ ആരാധക പ്രതീക്ഷയായിരുന്നു. അതുപോലെ അത് നിലനിർത്തി തോന്നുന്നുണ്ടോ? ഇത്രയും ആൾക്ക് കണ്ടത് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ടീമിന്റെ വർക്കായിട്ട് തോന്നുന്നുണ്ടോ? നല്ലൊരു മികച്ച വർക്കാണ്. നല്ല വർക്കാണ് ടീമിൻ്റെ ഒരു കൂട്ടായ്മയുടെ എന്താ പറയുക. ശരിക്കും നമ്മൾ ഇത് റിയൽ സംഭവിച്ച ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുണ്ട് ഇവിടെ കണ്ടില്ലേ? അവരെടുത്ത് സംസാരിക്കുക. അല്ല അവരുമായിട്ട് നിങ്ങളെ പങ്കുവെച്ചപ്പോൾ ഉണ്ടായ അതുകൂടിയാ പടം കാണല്ലേ കണ്ടില്ലേ? പ്രത്യേകിച്ച് ഇതിൻ്റെ ഒറിജിനൽ ബോയ്സിൻ്റെ കൂടെയാണ് നമ്മൾ സിനിമ കണ്ടത്. അവർക്കത് വർക്കായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇപ്പോൾ കണ്ടതിലുള്ള ഏറ്റവും വലിയ ഇമോഷൻ. അവരുടെ ഫാമിലി കൂടി ഇങ്ങനെ സിനിമ കാണാൻ പറ്റി. അവരനുഭവിച്ച കാര്യം ചിലപ്പോൾ അവരുടെ ഫാമിലിക്ക് വരെ ഒരു പക്ഷേ കാണിച്ച് അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയ ഇമോഷൻ എന്ന് പറയുന്നത്. ബാക്കി സിനിമ ഇറങ്ങിയുള്ളൂ, വർഷം വേണ്ടിയുള്ളൂ. റെസ്പോൺസ് നമ്മൾ കേട്ട് കൊടുക്കുന്നു. എല്ലാവർക്കും വർക്കായി നിന്ന് പ്രതീക്ഷിക്കും. അടിപൊളിയായിട്ട് ബാക്കി നിങ്ങൾ പറഞ്ഞു. ആരും പറഞ്ഞ കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം? താങ്ക് യു. അതെ 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 ഇതല്ല താങ്ക് യു. അടിപൊളി. പടം ഒത്തിരി നല്ലൊരു മൂവിയാണ്. നമ്മൾ എല്ലാവരും കാണണമെന്ന് ആഗ്രഹം, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും അറിയില്ല. അതെ അതെ അടിപൊളി നന്നായിട്ട് അമ്മയായിട്ട് തന്നെ അമ്മയായിട്ട് തന്നെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ ചേർത്ത് അതെ 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 എൻ്റെ അമ്മയെന്ന് പറഞ്ഞ ചേർത്ത് നിർത്തിവെച്ചത് അതൊരു വലിയ കാര്യമാണ്. അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പടം. അപ്പം അമ്മേൻ്റെ പടം കാണാൻ വന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര പടം ബ്യൂട്ടിഫുൾ പടം വെച്ചാൽ ഭയങ്കര സൗഹൃദത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന നമ്മൾ അതോർത്തൊന്ന് കണ്ണൊക്കെ നിറയുന്ന പടം. ഗംഭീര പടം. അടിപൊളി പടം. കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അത്ര അടിപൊളി പടം. പടം ബേസിക്കലി ഒരു ത്രില്ലർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ കേവും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇറങ്ങി പോകുന്നവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ അവസ്ഥയിൽ പെട്ടെടുക്കുന്ന ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഭയങ്കര അടിപൊളി, ഭയങ്കര രസമാണ് എല്ലാ രീതിയിലും. സ്റ്റോറി ബേസ് ആണെങ്കിലും ഇതിപ്പോൾ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് അതിൻ്റെ ഭയങ്കര ഇമ്പാക്റ്റും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അവർ എക്സ്പീരിയൻസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എക്സ്ട്രീം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്.